കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹിമാചൽ പ്രദേശിൽ നിന്നും മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിൽ ജില്ലയിലെ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിലും ആദിവാസി കോളനികളിലും സംഘം സന്ദർശനം നടത്തും. ഹിമാചൽ ഗ്രാമീണകാര്യ മന്ത്രി അനിൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് വയനാട്ടിലെത്തിയത്. ത്രിതല പഞ്ചായത്തുകളും കുടുംബശ്രീയും നടപ്പിലാക്കുന്ന പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് സംഘം വിലയിരുത്തി. വയനാട്ടിലെ വിവിധ ആദിവാസി കോളനികളിൽ സന്ദർശനം നടത്തിയ സംഘം അഗതി ആശ്രയ പദ്ധതികളുടെ പുരോഗതിയും ആദിവാസി പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കി. ഓരോ കോളനികളിലെത്തിയപ്പോഴും പരമ്പരാഗത രീതിയിലുള്ള കൊട്ടും കുരവയുമായി സംഘത്തെ ആദിവാസികൾ സ്വീകരിച്ചു. ഹിമാചലിൽ ആദിവാസി ജനസംഖ്യ കുറവായതിനാൽ ജനക്ഷേമ പദ്ധതികൾ പിന്നോക്ക വിഭാഗങ്ങളിലെത്താൻ കഴിഞ്ഞെന്ന് മന്ത്രി അനിൽ ശർമ്മ പറഞ്ഞു. We have 4.75% of tribal population in Himachal, and there is no comparison because here Sioux tribe means weaker section, and our state Sioux tribe, they are very rich, they are well placed people, and the condition, their living condition is much higher than what I have seen here. So we cannot compare the tribal of Himachal with tribal of Kerala. 2 ദിവസങ്ങളിലായി ജില്ലയിലെ 5 പഞ്ചായത്തുകൾ സംഘം സന്ദർശിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന പഞ്ചായത്തുകളാണിത്. കുടുംബശ്രീ മാതൃകയിലുള്ള വനിതാക്ഷേമ സംഘങ്ങൾ ഹിമാചലിലും ആരംഭിക്കുന്നതിനാണ് സംഘം വയനാട്ടിലെത്തിയത്. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും സംഘത്തെ അനുഗമിച്ചു. ഇന്ത്യ വിഷൻ, വയനാട്.